ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? അപ്പം നിയോ ട്യൂഷന്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത് CBSE ക്ലാസ് 8ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പം ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്കറിയാം നമ്മൾ എന്തിനാ ഫുഡ് കഴിക്കണേ? എല്ലാവർക്കും ഫുഡ് വേണം അല്ലെ? എന്തിനാ നമ്മൾ ഫുഡ് കഴിക്കണേ? ഉം. നമുക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയുടെ എല്ലാ ഫങ്ഷനും കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫുഡ് കഴിക്കണേ. അത് നമ്മൾ വെറുതെ ഫുഡ് കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എങ്ങനെയുള്ള ഫുഡ് കഴിക്കണം? നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കും. അതായത് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഡയറ്റ് ആണ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ബോഡിയുടെ ഡെയിലി എല്ലാ ടാസ്കുകളും പെർഫോം ചെയ്യണം. ഫുഡ് കഴിക്കണം. നമുക്ക് എനർജി വേണ്ടേ? അതുപോലെ നമ്മുടെ ബോഡി വളരണമെങ്കിൽ നമുക്ക് ഫുഡ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പ്രൊട്ടക്ഷൻ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ അതിനൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിച്ചാൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഒന്നും കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞു പോകും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡ് വേണം. അതേപോലെ തന്നെ നമുക്ക് സിക്നസ്സിൽ നിന്നൊക്കെ നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അതൊന്നും നമുക്ക് വരാണ്ടിരിക്കണമെങ്കിൽ, അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മുടെ ടീത്തിന്റെയും ബോണിന്റെയും ഒക്കെ ഹെൽത്തിന് നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. വേണ്ടേ? അതുപോലെ നമ്മുടെ ഫുഡ് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഫുഡ് ആവശ്യമാണ്. ഇനി എവിടുന്ന് നമുക്ക് ഈ ഫുഡ് കിട്ടണേ? എവിടുന്ന് നമുക്ക് ഫുഡ് കിട്ടണേ? നമുക്ക് ഫുഡ് കിട്ടണത് എവിടുന്നായിരിക്കും? കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ. അതെ, കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ. അതായത് ഫാർമേഴ്സ് ആണ് എന്ത് ചെയ്യണേ? കൃഷി ചെയ്യണേ. ഫാർമേഴ്സ് ഒന്നുമില്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് നമ്മുടെ വീട്ടില് ഉള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. സാധാരണ എന്നാ അഗ്രികൾച്ചറിനെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ എടുത്തേക്കുന്ന ആളുകളല്ലേ ഫാർമേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കൃഷി ചെയ്താലാണ് ഈ ഫുഡൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ? നമ്മൾ ആരെങ്കിലും കൃഷി ചെയ്യണ്ടോ? ഇല്ല. ആരും കൃഷി ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യും? വേറെ സ്റ്റേറ്റ്സിൽ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അല്ലെ? ഓക്കെ. നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കാൻ പോണ അഗ്രികൾച്ചർ പ്രാക്ടീസസിനെ പറ്റിയാട്ടോ. അപ്പൊ അതിന് മുന്നേ നമുക്ക് അറിയണ്ടേ ക്രോപ്പ് എന്താന്ന് നമുക്ക് അറിയണം. എന്താ ക്രോപ്പ്? ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ദ സെയിം ടൈപ്പ് ഇൻ വൺ പ്ലേസ് എന്നാ പറയണത്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നമ്മൾ ഒത്തിരി എമൗണ്ടിൽ നടുന്ന എന്തെങ്കിലും ഒരു പ്ലാന്റ്, അതിനെയാണ് നമ്മൾ ക്രോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഏക്കർ സ്ഥലം, ആ ഒരു ഏക്കർ സ്ഥലത്ത് ഞാൻ ചീര നട്ടു എന്ന് വിചാരിക്കാം, ഇതൊരു ക്രോപ്പാണ് അല്ലെ? നമ്മൾ എന്തിനീ ക്രോപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ഫുഡ് നീഡ്സ് കോപ്പ് ചെയ്യാൻ നമുക്ക് ഫുഡ് വേണ്ടേ? നമുക്ക് ഫുഡ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ക്രോപ്സ് നടേണ്ട. അതുപോലെ നമുക്ക് ലാഭം കിട്ടാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ നടന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോപ്സ് നടന്നത്. എന്തൊക്കെ ക്രോപ്സ് നമ്മൾ സാധാരണ കൾട്ടിവേറ്റ് ചെയ്യണേ? വീറ്റ്, പാടി, മെയ്സ്, ഷുഗർ കെയിൻ, സോർഗം, അതായത് ജോവർ, പിന്നെ പേൾ മില്ലറ്റ്, ബജ്ര, ഓട്സ്, ബാർലി, പീ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ട? ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ട. ഓക്കെ. ഇനി ഈ ക്രോപ്സിന്റെ തന്നെ നമ്മൾ പല കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. പല കാറ്റഗറി ആയിട്ട്. അതായത് സീസണൽ ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ട്. ഇത് എല്ലാ സീസണിലും നമ്മളിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ആനുവൽ ആയിട്ടുള്ളവരുണ്ട്, ബൈനിയൽ ആയിട്ടുള്ളവരുണ്ട്, പെരീനിയൽ ആയിട്ടുള്ളവരുണ്ട്, ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ളവരുണ്ട്, ഓർണമെന്റൽ ആയിട്ടുള്ളവരുണ്ട്. ആനുവൽ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഉള്ളത്. അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മൾ പല ടൈപ്പ് ഉള്ളതുണ്ട്. ഓർണമെന്റൽ ആയിട്ട് വളർത്തുന്ന ചെടികളും ഉണ്ട് ഇല്ലേ? ഭംഗിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പല ചെടികള്, പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അങ്ങനെ ഓർണമെന്റൽ ആയിട്ടാണ് വളർത്തുന്നത്, ഭംഗിക്ക് വേണ്ടിയിട്ട് വളർത്തുന്നത്. അപ്പം ഈ സീസണൽ ആയിട്ടുള്ള ക്രോപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എപ്പോഴും ചോദിക്കും സീസണൽ ആയിട്ട് ക്രോപ്സിനെ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, എന്താണ് ഖാരിഫ് ക്രോപ്പ്, എന്താണ് റാബി, എന്താണ് സെയ്ഡ് ക്രോപ്പ്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു നല്ല വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ ആണ് ഇത്. അപ്പൊ ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജൂൺ തൊട്ട് സെപ്റ്റംബർ മാസം ഇല്ലേ, അതായത് ഒരു മഴക്കാലം ഉള്ള ഒരു സമയം, ആ സമയത്ത് നമ്മൾ നടുന്നതാണ് ഖാരിഫ് ക്രോപ്പ്. അതിന് എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ പാടം, നമുക്കറിയാം പാടത്ത് എങ്ങനെയാ വെള്ളമൊക്കെ ഇട്ട് നിർത്തിയിട്ടല്ലേ നമ്മൾ പാടത്ത് നെല്ലൊക്കെ വിതയ്ക്കുകയൊക്കെ ചെയ്യണേ. അപ്പൊ അവിടെ വെള്ളം വേണം. ഇപ്പൊ ഒരു മൺസൂൺ സീസണിലാണ് സാധാരണ എന്ത് ചെയ്യുന്നത്? ഖാരിഫ് ക്രോപ്സ് എല്ലാം തന്നെ നടന്നത്. ഗ്രൗണ്ട് നട്ട്, കോട്ടൺ, സോയ, ബജ്ര, ഒരു രണ്ടോ മൂന്നോ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കും. നമുക്ക് ഖാരിഫ് ക്രോപ്പ് മൺസൂൺ സീസണിലാണ്, ജൂൺ ടു സെപ്റ്റംബർ ആണ് നമ്മൾ ഇത് കൾട്ടിവേറ്റ് അല്ലെങ്കിൽ ഗ്രോൺ ചെയ്യണ ആ ഒരു മാസം. ഇനി റാബി ക്രോപ്പ് എങ്ങനെയാ? സാധാരണ ഈ ഒരു എന്താ
ശൈത്യകാലമൊക്കെ വരൂലേ, വിന്റർ സീസൺ, തണുപ്പുള്ള സമയമൊക്കെ, ഇപ്പൊ ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ ആ ഒരു സമയത്ത് നമ്മൾ നടന്നതാണ് എന്താ റാബി ക്രോപ്പ്. എക്സാമ്പിൾ നമ്മുടെ ഗോതമ്പ്, ഗ്രാം, മസ്റ്റാർഡ്, പീയ, ബാർലി, ഇതൊക്കെ എങ്ങനെയുള്ള ക്രോപ്പാ? റാബി ക്രോപ്പാ. അപ്പൊ ഏതാ? ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള മാസത്തില് നമ്മൾ നടും. വിന്റർ സീസണിൽ നടന്നതായിരിക്കും എന്ത്? റാബി ക്രോപ്പ്. മാർച്ച് തൊട്ട് ജൂൺ വരെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അതാണ് സീഡ് ക്രോപ്പ് എന്ന് പറയും. ഇപ്പൊ ബിറ്റർ ഗാർഡ്, നമ്മുടെ പാവയ്ക്ക, വാട്ടർമെലൺ, തണ്ണിമത്തൻ, കുക്കുംബർ, നമ്മുടെ പംകിൻ, പൊട്ടറ്റോ, പിന്നെ സോയാബീൻ, അതുപോലെ തന്നെ സൺഫ്ലവർ ഒക്കെ നമ്മൾ സീഡ് ക്രോപ്സ് ആണ്. നമ്മൾ സാധാരണ മാർച്ച് ടു ജൂണിലാണ് ഈ ഒരു ക്രോപ്പ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യണേ. മനസ്സിലായോ? അപ്പൊ ജൂൺ ടു സെപ്റ്റംബർ ആകുമ്പോൾ ഖാരിഫ് ആവും, പിന്നെ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ ആകുമ്പോൾ സീഡ് ക്രോപ്പ് ആവും, പിന്നെ മാർച്ച് തൊട്ട് ജൂൺ വരെ കൾട്ടിവേറ്റ് ചെയ്യുന്ന, അതായത് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ ആകുമ്പോൾ റാബി ക്രോപ്പ് ആവും, അതേപോലെ തന്നെ മാർച്ച് തൊട്ട് ജൂൺ വരെ ആകുമ്പോൾ അത് സ്റ്റേറ്റ് ക്രോപ്പ് ആവും. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് നമ്മൾ എന്തിന്റെ ബേസ് തിരിച്ചേക്കണയാ? സീസണൽ ബേസിൽ തിരിച്ചേക്കണേ. അതായത് സീസണലായിട്ട് നമ്മൾ ഓരോ സീസൺ ഒരേ സീസണിൽ മൺസൂൺ സീസൺ, വിന്റർ സീസൺ, അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചില്ലേ? അങ്ങനെ സീസണലായിട്ട് വളർത്തുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തതാണ് ഖാരിഫ്, റാബി ആൻഡ് സെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇനി അടുത്തത് നമ്മൾ പോണത് ദ ബേസിക് പ്രാക്ടീസസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഒരു ക്രോപ്പ് പ്രൊഡക്ഷനിലെ ബേസിക് പ്രാക്ടീസസ് നമുക്ക് ശരിക്കും 7 പ്രാക്ടീസസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമ്മൾ ടെസ്റ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ സോയിൽ പ്രിപ്പറേഷൻ, നമ്മൾ സോയിലിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നാമത് വരുന്നത്. പിന്നെ രണ്ടാമത് വന്നത് സോയിങ്, പിന്നെ വന്നത് ആഡിങ് എന്താ മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ, പിന്നെ ഇറിഗേഷൻ, ബീഡിങ്, ഹാർവെസ്റ്റിംഗ്, സ്റ്റോറേജ്. ഇങ്ങനെ 7 സ്റ്റെപ്പാണ്, 7 പ്രാക്ടീസ് ആണ് ഒരു ക്രോപ്പ് പ്രൊഡക്ഷനിൽ വന്നത്. അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോയിൽ പ്രിപ്പറേഷൻ ആണ്. നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണം. കൾട്ടിവേറ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് എവിടെയാണോ കൾട്ടിവേറ്റ് ചെയ്യണം ആ സോയിൽ നമ്മൾ പ്രിപ്പയർ ആക്കി വെക്കണ്ടേ? അപ്പൊ സോയിൽ പ്രിപ്പറേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അവിടെ എന്താ? നമ്മൾ സോയിലിനെ ഒന്ന് ലൂസ് ചെയ്യണം. സോയിൽ നല്ല കട്ടിയായിട്ട് ഹാർഡായിട്ട് കിടക്കുമായിരിക്കും. അങ്ങനെയുള്ള സോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ലൂസ് ആക്കും. അതാണ് സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സോയിൽ നമ്മൾ നന്നായിട്ട് ലൂസ് ആക്കി, നല്ല സോയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇനി അടുത്തത് എന്തായിരിക്കും? സോയിൽ, അതായത് നമുക്ക് വിത്ത് ഇടണ്ടേ അതിനകത്തേക്ക്. അങ്ങനെ കറക്റ്റ് ആയിട്ട് വിത്ത് നമുക്ക് തോന്നിയ പോലെ ഇടാൻ പറ്റില്ല. കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് ഡെപ്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ആ സീഡിനെ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ സോയിങ് എന്ന് പറയുന്നത്. അങ്ങനെ സീഡൊക്കെ നമ്മൾ ഇട്ടു. പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യണേ? നമ്മൾ അതിനകത്തേക്ക് വളം ഇടും ഇല്ലേ? മാനൂർ ഫെർട്ടിലൈസർ ഒക്കെ ആഡ് ചെയ്യും. എന്തിനു നമ്മൾ ആഡ് ചെയ്യണേ? ചെടികളുടെ ഒക്കെ പ്രോപ്പർ ആയിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ? പിന്നെ നമ്മൾ എന്താ? നമ്മൾ നനച്ചു കൊടുക്കൂലേ ഇടയ്ക്കിടയ്ക്ക്? അത് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് വാട്ടർ, ക്രോപ്സിന് വളരണമെങ്കിൽ വാട്ടർ വേണം. അപ്പം ഇറഗുലർ ആയിട്ടുള്ള റെയിൻഫാളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്യണം? വെള്ളം കൊടുക്കണം. എങ്ങനെയാണ് പ്ലാന്റ്സ് എന്താ കറക്റ്റ് ആയിട്ട് വളരുള്ളൂ. പിന്നെയോ ഇങ്ങനെ ചെടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചുറ്റും കുറെ കളകളൊക്കെ വളരും, ആവശ്യമില്ലാത്ത ചെടികളൊക്കെ വളരില്ലേ? അപ്പൊ അതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ക്രോപ്പിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്ത ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യും? മറ്റേ ഈ വീഡ്സ് ഒക്കെ വന്നിട്ട് ആ വീഡ്സ് വലിച്ചെടുക്കും. അപ്പൊ നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഒന്നും കിട്ടാണ്ട് വരും. അപ്പൊ വീഡ്സിനൊക്കെ റിമൂവ് ചെയ്യണം. അതിനാണ് വീഡിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നട്ട ക്രോപ്പ് ഒക്കെ മച്ചുവറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ടേ? നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യണ്ടേ? നമുക്ക് സാധനം പറിക്കണം. പറിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യണം. എന്തിനാ? ഫ്യൂച്ചറിൽ ഇനി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് നമുക്ക് നടണമെങ്കിൽ, നമുക്കത് ഇനി ഫുഡ് പർപ്പസസിനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒക്കെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ ബേസിക് പ്രാക്ടീസസ് ഓഫ് ഫുഡ് പ്രൊഡക്ഷനിൽ വന്നത്. അപ്പൊ ഏതൊക്കെയാ വന്നെ? സോയിൽ പ്രിപ്പറേഷൻ ഉണ്ട്, പിന്നെ സോയിങ് ഉണ്ട്, ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ ഉണ്ട്, പിന്നെ ഇറിഗേഷൻ വരണ്ട്, വീഡിങ് വരണ്ട്, ഹാർവെസ്റ്റിംഗ് വരണ്ട്, സ്റ്റോറേജ് വരണ്ട്. ഇനി ഓരോ സ്റ്റെപ്പും നമുക്ക് പഠിക്കണം. നമ്മളിപ്പൊ ഇത്ര നേരം നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഫുഡിനെ പറ്റിയല്ലേ ആദ്യം തുടങ്ങിയത്? ഫുഡ് എന്തിനാ നമ്മൾ കഴിക്കണേ? ഫുഡിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഈ ഫുഡ് നമുക്ക് എങ്ങനെ കിട്ടണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? അഗ്രികൾച്ചറിലേക്ക് പോയി. അപ്പൊ നമ്മൾ ഫാർമേഴ്സിനെ പറ്റി പറഞ്ഞു. അത് നമ്മൾ അഗ്രികൾച്ചർ പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? ഉം, പല ടൈപ്പ് കൃഷി, അതായത് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ പറഞ്ഞേ? ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മള്? ഏതൊക്കെയാ പറഞ്ഞ? സീസണിന്റെ ബേസിൽ തിരിച്ചൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ആനുവൽ ഉണ്ട്, ബൈനൽ ഉണ്ട്, പെരിനൽ ഉണ്ട്, ഓർണമെന്റൽ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് സീസണിന്റെ ബേസിൽ നമ്മൾ തിരിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെ ക്ലാസിഫിക്കേഷനാ പറഞ്ഞേ? ഖാരിഫ് ക്രോപ്പ് ഉണ്ട്, റാബി ക്രോപ്പ് ഉണ്ട്, സെയ്ഡ് ക്രോപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 3 ടൈപ്പ്. പിന്നെ നമ്മൾ എന്തിലേക്കാ വന്നേ? ഇനി എങ്ങനെ നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ നടത്തണേന്ന് നമുക്ക് അറിയണമെന്ന് നമ്മൾ പറഞ്ഞു.
ഇല്ലേ? അപ്പൊ നമ്മളൊരു 7 കാര്യങ്ങൾ 7 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയും. നമ്മൾ ഓരോ സ്റ്റെപ്പിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പാണ് സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറയും. ഇപ്പൊ സോയിൽ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു എന്താന്നാ പറഞ്ഞത്, സോയിലിനെ ലൂസ് ആക്കുക. സോയിൽ നല്ല ഹാർഡ് ആയിട്ടായിരിക്കും കിടക്കണം. അങ്ങനെ ഹാർഡ് ആയിട്ട് കിടക്കുന്ന സോയിൽ നമുക്ക് ചെടി നടാൻ പറ്റുമോ? ചെടിയല്ല, അല്ലെങ്കിൽ നമുക്ക് സീഡ് നടാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ നമുക്ക് ആ സോയിൽ എന്ത് ചെയ്യണം? നല്ല ലൂസ് ആക്കണം, വേണ്ടേ? ചെടി നടണമെങ്കിൽ. അപ്പൊ സോയിലിനെ നമ്മൾ ലൂസ് ആക്കുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും? പഫിങ് വരും, ലീവലിംഗ് വരും, അതുപോലെ മാനുവറിങ് വരും. 3 പ്രോസസ്സാണ് സോയിൽ പ്രിപ്പറേഷനിൽ വരണത്. അപ്പൊ ഏതൊരു അഗ്രികൾച്ചറിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സോയിൽ ലൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോയിലിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളതാ. കാരണം അങ്കിലാണ് നമ്മൾ നടന്ന ചെടിയിലൊക്കെ വേരൊക്കെ വന്നിരുന്ന വേരിനൊക്കെ കറക്റ്റ് ആയിട്ട് ആ സോയിലിൽ പെനിട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സോയിലിൽ അവർക്ക് പെനിട്രേഷൻ നടത്തണമെങ്കിൽ ആ സോയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ലൂസൺ ചെയ്യണം, കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമാണ് എന്താ ആ റൂട്ടിനൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ സോയിലിനെ ലൂസ് ചെയ്യുക എന്ന് പറഞ്ഞതാണ് എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ സോയിലിനെ ലൂസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ എർത്ത് വാംസിനും മൈക്രോ ഓർഗാനിസത്തിനും ഒക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അതേപോലെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാണെങ്കിൽ അതിനൊക്കെ എന്ത് വേണം? സോയിലിനെ ലൂസ് ചെയ്യണം, വേണ്ടേ? വേണം. അപ്പൊ സോയിലിനെ ലൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ സോയിലിന്റെ ആ ഏറ്റവും മുകളിലുള്ള ന്യൂട്രിയൻ റിച്ച് സോയിൽ ടോപ്പ് ലെയറിലുള്ളതുണ്ടല്ലോ, അവിടെ നന്നായിട്ട് ന്യൂട്രിയൻസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ താഴേക്ക് പൊക്കോളും. സോയിൽ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ്സിന് എന്താ പ്രോപ്പർ ആയിട്ട് വളരാൻ പറ്റും. അതാണ് സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറയണത്. ഓക്കെ. അപ്പം ഇനി സോയിൽ പ്രിപ്പറേഷനിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ ആദ്യം നമ്മൾ പറഞ്ഞ എന്താ? പഫിങ്, പിന്നെ ലീബലിങ്, പിന്നെ മാനുവറിങ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ പഫിങ് എന്ന് പറഞ്ഞാൽ എന്താ? പഫിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോയിലിനെ ലൂസനിങ് ആൻഡ് ഡിഗിങ് ദ സോയിൽ വിത്ത് പ്ലോ ഓർ കൾട്ടിവേറ്റർ എന്നാണ്. അതായത് നമ്മൾ സോയിലിനെ ഒന്നെങ്കിൽ തൂമ്പ വെച്ചിട്ടോ ഹോ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലഫ് വെച്ചോ അല്ലെങ്കിൽ കൾട്ടിവേറ്റർ ട്രാക്ടർ ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഉഴുത് എന്ത് ചെയ്യും? നമ്മുടെ സോയിലിനെ ലൂസ് ആക്കുന്ന ആ പ്രോസസ്സിനാണ് പ്ലഫ് ചെയ്യുക എന്ന് പറയുന്നത്, പ്ലഫിങ്. ലിവിലിംഗ് എന്താ? യൂസിങ് എ ലെവലർ ടു മേക്ക് ദ സോയിൽ ഫ്ലാറ്റ് ആൻഡ് പ്രിവെന്റ് ഇറോഷൻ. അങ്ങനെ നമ്മൾ ലെവല് ആ സോയിലിനെ നമ്മൾ പ്ലഫ് ചെയ്തതിനു ശേഷം അതിനെ ലെവലർ വെച്ച് ലെവൽ ചെയ്യും, ഫ്ലാറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഇറോഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ മാനുവറിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സോയിലിലേക്ക് നമ്മൾ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് മാനുവറൊക്കെ ഇട്ട് കൊടുക്കും, സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വിത്ത് പാകുള്ളൂ. ഈ സോവിങ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഇതിന് ശേഷമാണ്. പഫിങ്ങും ലിവലിങ്ങും മാനുവറിങ്ങും കഴിഞ്ഞതിന് ശേഷം ഇതെന്താ? സോയിൽ പ്രിപ്പറേഷന്റെ സ്റ്റെപ്പാണ്. സോയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പാണ് സോവിങ് എന്ന് പറയണത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സോയിലിനെ പ്രിപ്പയർ ചെയ്യണേ? ഒന്ന്, സീഡിൽ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ സോയിൽ നല്ല ലൂസ് ആയിട്ടിരുന്നാലാണ് അതിന്റെ വേരൊക്കെ ഉള്ളിലേക്ക് പോവുള്ളൂ. പിന്നെയോ എൻറിച്ചസ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സോയിലിനെ എൻറിച്ച് ചെയ്യണം, ന്യൂട്രിയൻസും ഹ്യൂമസും ഒക്കെ സോയിലിനെ കൂട്ടണം, അതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താ? ഹെൽപ്പ് റൂട്ട് ബ്രീത്ത്, അതായത് സോയിലില് ആ റൂട്ടില്ലേ, ആ റൂട്ടിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണമെങ്കിലും എന്ത് വേണം? സോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനും എർത്തുവാംസിനും ഒക്കെ ആ സോയിൽ, എർത്തുവാം എന്തെന്നാ പറഞ്ഞേ? ഫാർമേഴ്സിന്റെ ഫ്രണ്ടാന്നാ പറഞ്ഞത് എർത്തുവാം. അതായത് നമ്മുടെ സോയിലിലെ ഫെർട്ടിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി എർത്തുവാം സഹായിക്കും. അപ്പൊ എർത്തുവാംസിനും മൈക്രോ ഓർഗാനിസത്തിനും ഒക്കെ ഈ സോയിലിൽ വളരണമെങ്കിലും നമ്മുടെ സോയിൽ എന്താവണം? ലൂസ് ആവണം. അപ്പൊ അതിനും ഈ സോയിൽ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എന്താ? നമ്മളിപ്പോ ഈ മാനുവർ ആണെങ്കിലും ഫെർട്ടിലൈസർ ആണെങ്കിലും ഒക്കെ നമ്മൾ സോയിലിലേക്ക് ഇട്ട് കൊടുക്കും. അതൊക്കെ സോയിൽ കറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കണ്ടേ? എടുക്കണമെങ്കിൽ അവിടെ എന്താ? വെള്ളവും വേണം, വാട്ടറിന്റെ പ്രസൻസും വേണം. വാട്ടറിന്റെ അബ്സോർഷൻ കറക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഈ സോയിലിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ലൂസ് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ പോർഷനിലുള്ളൂ. ഇനി അടുത്ത പോർഷൻ നമ്മൾ സോവിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണോ? കുഞ്ഞി പോർഷനിൽ നമ്മൾ പഠിച്ചോളൂ. അപ്പൊ ഇതിന് എക്സാമിന് ചോദിക്കണത് എന്താന്ന് വെച്ചാ, ഏതൊക്കെയാ ഡിഫറെന്റ് ടൈപ്പ് ക്രോപ്പ് നമ്മൾ പറഞ്ഞില്ലേ? ഖാരിഫും റാബിയും സേഡും അത് ചോദിക്കും. അതേപോലെ തന്നെ നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷന്റെ സ്റ്റെപ്പ് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ 7 സ്റ്റെപ്പും നമ്മൾ പഠിക്കണം. 7 സ്റ്റെപ്പും പഠിക്കും. ഇപ്പൊ ഇന്ന് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്തത് സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്താണ് പ്ലഫിങ്, ലിവലിങ്ങും മാനുവറും തന്നെ. പിന്നെ എന്തിനാ ഈ സോയിൽ പ്രിപ്പയർ ചെയ്യണേ? അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി പോർഷൻ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.